ഹലോ, നമസ്കാരം. ആധാർ കാർഡ് എന്നത് ഏതൊരു ഇന്ത്യൻ പൗരൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. അതുകൊണ്ട് തന്നെ ആധാറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അതായത് നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട 4 കാര്യങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്നത്തെ A to Z ഇൻഫോവേൻ്റെ ഏറ്റവും പുതിയ വീഡിയോ. ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാറിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് നഷ്ടപ്പെടും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം നിങ്ങൾ കേട്ടാൽ മാത്രം പോരാ, ഉടൻ തന്നെ അക്ഷയ സെൻറ്ററിലോ അതല്ലെങ്കിൽ ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററിലോ ചെന്ന് ചെയ്യേണ്ടതാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപായി നിങ്ങളുടെ ആധാറിലുള്ള വിവരങ്ങളെല്ലാം കൃത്യമാണെങ്കിൽ എസ് എന്നും, അതല്ല എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നോ എന്നും, എന്താണ് തെറ്റെന്നും പറയുക. ആദ്യം വരുന്ന കമൻറ്റുകൾ നമുക്കറിയാവുന്ന രൂപത്തിൽ കൃത്യമായി മറുപടി നൽകുന്നതാണ്. ഇതിൽ ആദ്യത്തേതാണ് മാൻഡേറ്ററി ബയോമെട്രിക്, അതായത് 5 വയസ്സിലും 15 വയസ്സിലുമുള്ള സൗജന്യ ആധാർ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കൽ എന്നത്. ഇത് 5 വയസ്സിന് മുൻപെടുത്ത കുട്ടികളുടേത് 5 വയസ്സിലും അതുപോലെ 15 വയസ്സിലും പുതുക്കൽ നിർബന്ധമാണ്. ഇപ്പോൾ അംഗൻവാടിയിൽ ചേർക്കുന്നതിന് വരെ ആധാർ കാർഡ് നിർബന്ധമായതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ കുട്ടികളും 3 അതല്ലെങ്കിൽ 2 വയസ്സിൽ തന്നെ ആധാർ എടുക്കുന്നുണ്ട്. ആധാർ എടുക്കുന്ന സമയത്ത് കുട്ടിയുടെ വിരലടയാളമോ അതല്ലെങ്കിൽ കണ്ണോ സ്കാൻ ചെയ്യുന്നില്ല. പകരം കുട്ടിയുടെ രക്ഷാവിൻ്റെ, അതായത് അന്ന് ആധാർ എടുക്കുന്ന സമയത്ത് കുട്ടിയുടെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ വിരലടയാളമാണ് നൽകുന്നത്. ഇത് മാറ്റി കുട്ടിയുടെ വിരലടയാളത്തിലേക്ക് മാറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനാണ് 5-ാം വയസ്സിലുള്ള മാൻഡേറ്ററി ബയോമെട്രിക് അപ്ഡേഷൻ. അതുകൊണ്ട് തന്നെ ഈ 5-ാം വയസ്സിലുള്ള ആധാർ പുതുക്കൽ നിർബന്ധമാണ്. ഇത്തരത്തിൽ ആധാർ പുതുക്കിയിട്ടില്ലെങ്കിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, കുട്ടിയുടെ വിരലടയാളം എവിടെയും പതിയുകയില്ല. ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനോ അതല്ലെങ്കിൽ റേഷൻ പിഴയിലോ അങ്ങനെ ഒരു സ്ഥലത്തും വിരലടയാളം പതിയുകയില്ല. കാരണം 5 വയസ്സിന് മുൻപ് ആധാർ എടുത്ത സമയത്ത് കുട്ടിയുടെ വിരലടയാളം നൽകിയിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ്, 7 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിയുടെ ആധാർ കട്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായും സ്കൂളിലൊക്കെ ഇപ്പോൾ ചേർത്തുന്ന സമയമാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ സ്കോളർഷിപ്പും മറ്റു കാര്യങ്ങളും തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ വലിയ തിരക്കില്ലാത്ത സമയമാണ്. +1 ഡിഗ്രി അഡ്മിഷൻ തുടങ്ങിയിട്ടില്ല. ഈ സമയത്ത് ഉടൻ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് കുട്ടിയുടെ വിരലടയാളം പുതുക്കൽ നിർബന്ധമാണ്. ഇതുപോലെ തന്നെയാണ് 15-ാം വയസ്സിലുള്ള ബയോമെട്രിക് അപ്ഡേഷനും. 5-ാം വയസ്സിൽ പുതുക്കുമ്പോഴുള്ള വിരലടയാളമാവില്ല, 15-ാം വയസ്സാകുമ്പോഴേക്കും അതിൽ പല മാറ്റങ്ങളും വന്നിരിക്കാം. അതുപോലെ തന്നെ കുട്ടിയുടെ ഫോട്ടോ വലിയ വ്യത്യാസം വരും. അപ്പം ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് തന്നെയാണ് 15-ാം വയസ്സിലുള്ള മാൻഡേറ്ററി ബയോമെട്രിക് വരാൻ കാരണം. ഇതുപോലെ ചെയ്യണം. ഇത് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ റേഷൻ കടയിലോ അതല്ലെങ്കിൽ ബാങ്കിലൊന്നും ചിലപ്പോൾ വിരലടയാളം ക്ലിയറായി കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ 18-19 വയസ്സാകുമ്പോഴേക്കും നിങ്ങളുടെ ആധാർ കട്ടാവാനും ചാൻസ് വളരെ കൂടുതലാണ്. ഈ 2 അപ്ഡേഷനും കൃത്യസമയത്താണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അതായത് 5 മുതൽ 7 വയസ്സിനുള്ളിലാണ് നിങ്ങൾ ചെയ്യുന്നത്, അതുപോലെ 15 മുതൽ 17 വയസ്സിനുള്ളിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ സൗജന്യമാണ്. 1 രൂപ പോലും അക്ഷയ കേന്ദ്രങ്ങളിൽ നൽകേണ്ടതില്ല. നിങ്ങളുടെ കുട്ടിയുടെ മാൻഡേറ്ററി ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് എന്നും അല്ലെങ്കിൽ നോ എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട 2-ാമത്തെ കാര്യമാണ് ആധാറും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്യുക എന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന ഏതും ഫോൺ നമ്പറാണോ, ആരുടെ പേരിലെടുത്ത സിമ്മായാലും പ്രശ്നമില്ല. ഏത് സിമ്മാണോ ഉപയോഗിക്കുന്നത് ആ നമ്പറുമായി ഉടൻ തന്നെ ആധാറും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്യണം. കാരണം ഇപ്പോഴുള്ള എല്ലാ ആവശ്യങ്ങൾക്കും OTP ആവശ്യമാണ്. ഇൻഷുറൻസ് ആയാലും ബാങ്കിൻ്റെ ആവശ്യങ്ങളിലായാലും എന്താവശ്യമായാലും. ഇപ്പോൾ പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിന് ക്ലെയിം കിട്ടണമെങ്കിൽ OTP ആവശ്യമായി വരും. ഇത്തരത്തിൽ എന്താണെങ്കിലും OTP ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സിം ഏതാണോ ആ സിമ്മും ആധാറുമായി ലിങ്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ പ്രവാസികളാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന, ചിലപ്പോൾ പ്രവാസികൾ നാട്ടിൽ വരുമ്പോൾ താൽക്കാലിക സിം എടുത്ത് പിന്നീട് അത് ഒഴിവാക്കുകയാണ് ചെയ്യാറില്ല. അങ്ങനെയല്ല, നാട്ടിൽ വൈഫോ അതല്ലെങ്കിൽ പേരൻസൊക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ തന്നെ ലിങ്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ ഫോൺ നമ്പറും ആധാറുമായി ലിങ്ക് ചെയ്യുന്നതിന് അക്ഷയ കേന്ദ്രങ്ങളിലും അതുപോലെ ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററിലുമെല്ലാം 75 രൂപയാണ് ഈടാക്കുന്നത്. സാധാരണഗതിയിൽ 1-2 ദിവസങ്ങളിൽ തന്നെ ആധാറും ഫോൺ നമ്പറും ലിങ്ക് ആവുന്നതാണ്. 3-ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് 10 വർഷം കഴിഞ്ഞ് ആധാർ പുതുക്കുക എന്നത്. അതായത് നിങ്ങളുടെ ആധാർ എടുത്തിട്ട് 10 വർഷം തികഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും പുതുക്കേണ്ടതാണ്. ഇത്തരത്തിൽ പുതുക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആധാറിൻ്റെ സാധ്യത നഷ്ടപ്പെടുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഓൺലൈൻ വഴി സ്വന്തമായി ചെയ്യുകയാണെങ്കിൽ അതിന് 1 രൂപ പോലും നൽകേണ്ടതില്ല.
അടുത്ത വർഷം അതായത് 2027 ജൂൺ 15 വരെ ഇത് സൗജന്യമാണ്. എന്നാൽ നിങ്ങൾ അക്ഷയ സെൻറ്ററിൽ നിന്നാണ് ഡോക്യുമെൻറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ 75 രൂപ അവിടെ സർവീസ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ്. ഇത് പുതുക്കുന്നതിനായി നിങ്ങളുടെ അഡ്രസ്സ് തെളിയിക്കുന്നതിനും അതുപോലെ പേര് തെളിയിക്കുന്നതിനുമുള്ള ഒരു രേഖ ഹാജരാക്കേണ്ടതാണ്. അതായത് ആധാറിലുള്ളതുപോലെ നിങ്ങളുടെ പേരും അഡ്രസ്സും തെളിയിക്കുന്ന ഒരു രേഖ അവിടെ ഹാജരാക്കണം. പാസ്പോർട്ട്, വോട്ടർ ID കാർഡ് തുടങ്ങിയിട്ടുള്ള രേഖകളാണ് നിങ്ങൾ ഹാജരാക്കുന്നതെങ്കിൽ ആ രേഖ മാത്രം മതിയാകും. എന്നാൽ പാൻ കാർഡ് അതുപോലെയുള്ള രേഖകൾ, അതായത് അഡ്രസ്സ് ഇല്ലാത്ത രേഖയാണ് നിങ്ങൾ ഹാജരാക്കുന്നതെങ്കിൽ 2 രേഖ അവിടെ ഹാജരാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതായത് ആധാറിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പേര്, അഡ്രസ്സ് എന്നിവയെല്ലാം കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഇതിനു മുൻപ് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു ജനന സർട്ടിഫിക്കറ്റ് എങ്ങനെ തിരുത്താമെന്ന്. പല ആളുകളുടെയും ജനന സർട്ടിഫിക്കറ്റിൽ പ്രകാരമാവില്ല, അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ പാസ്പോർട്ട് പ്രകാരമാവില്ല നിങ്ങളുടെ ആധാർ കാർഡ്. ഇത്തരം ആളുകൾക്ക് എങ്ങനെ ആധാറിൽ ജനനതീയതി തിരുത്താമെന്നുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. അത് നമ്മുടെ ചാനൽ മുൻപ് അപ്ലോഡ് ചെയ്തുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നില്ല. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ഇത്തരത്തിൽ നിങ്ങളുടെ ആധാർ പുതുക്കുകയോ അതല്ലെങ്കിൽ തെറ്റുകൾ തിരുത്തുകയോ ഫോട്ടോ മാറ്റുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പുതിയ ആധാർ കാർഡ് നിങ്ങൾക്ക് പോസിറ്റീവായി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പല അക്ഷയ കേന്ദ്രങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്നും ഒരു PVC കാർഡോ അതല്ലെങ്കിൽ ലാമിനേഷൻ കാർഡോ നൽകുകയാണ് പതിവ്. 50 രൂപയോ 100 രൂപയോ ഒക്കെ നൽകി. അത് പല സ്ഥലങ്ങളിലും ഒറിജിനലായി സ്വീകരിക്കുന്നില്ല. ഇത്തരം ആളുകൾക്ക് ആധാറിൻ്റെ വെബ്സൈറ്റ് വഴി വെറും 75 രൂപ മാത്രം നൽകിയാൽ ആധാർ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി നൽകുന്നതാണ്. ഇത് ഉറപ്പായി നിങ്ങളുടെ കൈകളിലെത്തും. അതുപോലെ ഇത് എവിടെ എത്തി അതല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താ എന്നുള്ളത് വെബ്സൈറ്റ് മുഖേന നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാർ പുതുക്കിയതിന് ശേഷം നിങ്ങളുടെ കൈകളിൽ എത്തിയിട്ടില്ലെങ്കിൽ നിർബന്ധമായും ആധാറിൻ്റെ വെബ്സൈറ്റിൽ ചെന്ന് ആധാർ PVC കാർഡിന് ഓർഡർ ചെയ്യേണ്ടതാണ്. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുറന്ന് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ A to Z ഇൻഫോവേഡ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയും ചെയ്യുക. അതുപോലെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് ഒപ്പം കൂടാം.